ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെക്കുറിച്ച് അവനൊരു ഉപമ പറഞ്ഞതെന്നാൽ, 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെപ്പോലെയോ ഈ ചുങ്കക്കാരനെപ്പോലെയോ ഞാൻ അല്ലാകിയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പദാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, ഭാരിക്കുമോ. മറ്റൊരു ഉപമയിലൂടെ കർത്താവ് നമ്മുടെ പൊള്ളത്തരങ്ങളെ തുറന്ന് കാണിക്കുവാൻ ശ്രമിക്കുകയാണ്. കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു എന്നുള്ള ഉത്തമ ബോധ്യമുള്ള നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് ചോദിക്കുകയാണ്, നിൻ്റെ ആരാധന, നിൻ്റെ സ്തുതി, നിൻ്റെ പുകഴ്ത്ത് പാട്ടുകൾ, അതെല്ലാം നീ യഥാർത്ഥത്തിൽ എന്നെ സ്നേഹിച്ചിട്ട് തന്നെയാണോ? നിൻ്റെ കുറവുകൾ, നിൻ്റെ പാപങ്ങൾ, നിൻ്റെ തെറ്റുകൾ അത് ഉൾക്കൊണ്ട്, അത് പൂർണ്ണമായി മനസ്സിലാക്കി, പൂർണ്ണമായ ഒരു പശ്ചാത്താപമുള്ള ഒരു നിർമ്മല ഹൃദയത്തോടെയാണോ നീ എന്നെ വാഴ്ത്തുന്നതും പുകഴ്ത്തുന്നതും എല്ലാം? ഇവിടെ ചുങ്കക്കാരൻ്റെയും പരീശൻ്റെയും പ്രാർത്ഥന, ആ പരീശൻ്റെ പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം കാണുന്നത്. പരീശൻ സ്വയത്തിൽ ആശ്രയിക്കുകയാണ്. ഞാനൊരു നീതിമാനാണ് എന്ന് സ്വയം കരുതുന്ന, മറ്റുള്ളവരെ പുച്ഛിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ അബ്രഹാമിൻ്റെ സന്തതിയായതുകൊണ്ട് അവൻ്റെ അവകാശമാണ് സ്വർഗരാജ്യം എന്നുള്ള ഒരു ഭാവത്തിലാണ് അവൻ്റെ പ്രാർത്ഥന. നമ്മുടെ പാപങ്ങളും പോരായ്മകളും ഓർത്ത് പശ്ചാത്താപിക്കുവാൻ കഴിവില്ലാതെ, മനസ്സില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നമ്മളെപ്പോലെ തന്നെയാണ് ആ പരീശൻ്റെയും പ്രാർത്ഥന. മറ്റുള്ള മനുഷ്യരെ പോലെയല്ല നാം എന്ന അഹങ്കാരം, മറ്റുള്ളവരെക്കാൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നതിലും ഞാൻ ഒരുപാട് മുൻപിലാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന, ധരിച്ചു വച്ചിരിക്കുന്ന നമ്മളിൽ ചിലരെ പോലെയെങ്കിലുമാണ് ഈ പരീശനും. ഈ ഉപമയിൽ പരീശൻ ചുങ്കക്കാരനോടാണ് തന്നെ താരതമ്യപ്പെടുത്തുന്നത്. നാം മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികൾ നോക്കി, അവരുടെ കുറവുകൾ കണ്ട്, അവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ വിധിക്കുന്നതിലും അവരെക്കുറിച്ച് കുറ്റം പറയുന്നതിലൊക്കെ അറിഞ്ഞോ അറിയാതെയോ മിടുക്കന്മാരായി മാറുന്നുണ്ട്. അതേസമയം നമ്മുടെ ഉള്ളും നമ്മുടെ ഹൃദയവിചാരങ്ങളും എത്രത്തോളം വൃത്തിയുള്ളതാണ്, എത്രത്തോളം നിർമ്മലതയുള്ളതാണ് എന്ന് സ്വയം ഒരു പോസ്റ്റ്മോർട്ടം നടത്തുവാനോ, ആ നമ്മുടെ കുറവുകളുള്ള, നമ്മുടെ കാഠിന്യമുള്ള ചിന്തകൾ, മറ്റുള്ളവരെ വിധിക്കുന്നതിലും മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നതിലുമുള്ള നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ, നമ്മുടെ കഠിന ഹൃദയം, ഇതെല്ലാം അത് നാം കാണാതെ മറ്റുള്ളവരെ വിധിക്കുന്ന നമ്മുടെ പൊള്ളത്തരം നമ്മുടെ കർത്താവ് ഇവിടെ തുറന്നു കാട്ടുകയാണ്. നാം നമ്മെ തന്നെ താരതമ്യപ്പെടുത്തേണ്ടത് സമൂഹത്തിലെ മറ്റ് വ്യക്തികളോടല്ല, ദൈവത്തോടാണ്. നമ്മുടെ പോരായ്മകളും ബലഹീനതകളും അവൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കുവാൻ, ചുങ്കക്കാരൻ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരെ വിധിക്കാതെ, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാതെ നമ്മുടെ കുറവുകൾ കണ്ടുപിടിച്ച് നമ്മൾ തന്നെ സ്വയം വിധിച്ച് പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ, പാപബോധം ഉള്ള ഒരു മനസ്സോടെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചുങ്കക്കാരൻ ചെന്നപോലെ ചെല്ലുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.